നീറ്റ് പുനഃപരീക്ഷയിൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് പരീക്ഷയുടെ ഉയർന്ന നിലവാരം നിലനിർത്തണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. നീറ്റ് പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു. ജൂൺ 21 നടക്കുന്ന നീറ്റ് UG പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെയും ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പുനഃപരീക്ഷയിൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കണമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷയുടെ ഉയർന്ന നിലവാരം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും സമഗ്രമായ മാറ്റം ഇത്തവണ NTA കൊണ്ടുവന്നിരുന്നു. കൂടാതെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെയും ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിന് വ്യോമസേനയുടെയും സഹായം തേടിയിട്ടുണ്ട്. നേരത്തെ നീറ്റ് പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ച് വിഷയം ജൂലൈയിൽ പരിഗണിക്കും. നീറ്റ് പരീക്ഷ റദ്ദാക്കിയ സമ്മർദ്ദത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.